രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിലും കർണാടകത്തിലും നാടകീയ നീക്കങ്ങൾ. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സമാജ്വാദി പാർട്ടിക്ക് തിരിച്ചടി നൽകി ഉത്തർപ്രദേശിൽ പാർട്ടി ചീഫ് വിപ്പ് മനോജ് പാണ്ഡെ രാജിവെച്ചു. ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കിയാണ് സമാജ്വാദി പാർട്ടി MLA രാകേഷ് വോട്ട് ചെയ്യാനെത്തിയത്. കുതിരക്കച്ചവടം മുന്നിൽ കണ്ട് കർണാടകയിൽ MLA-മാരെ കോൺഗ്രസ് മാറ്റി. 15 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, BJP അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള 41 സ്ഥാനാർത്ഥികൾ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബൽറാം, നാടകീയമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ. ഉത്തർപ്രദേശിലും കർണാടകത്തിലുമൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാം. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സമാജ്വാദി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ചീഫ് വിപ്പ് മനോജ് പാണ്ഡെ രാജിവെച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മറ്റെന്തെല്ലാം പുതിയ വിവരങ്ങളാണുള്ളത്? ഗോപികൃഷ്ണൻ, 3 സംസ്ഥാനങ്ങളിലായി 15 സീറ്റുകളിലേക്കാണ് ഇന്ന് രാജ്യസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ കടുത്ത മത്സരം നടക്കുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഉത്തർപ്രദേശിൽ നിലവിൽ 10 ഒഴിവുകളാണ് രാജ്യസഭയിലേക്ക് ഉള്ളത്. അതിൽ 7 സ്ഥാനാർത്ഥികളെ BJPക്ക് അനായാസം വിജയിപ്പിക്കാൻ കഴിയും. 3 സ്ഥാനാർത്ഥികൾ സമാജ്വാദി പാർട്ടിക്ക് മറ്റ് സ്വതന്ത്രരുടെ അടക്കം പിന്തുണയോടെ, ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ പിന്തുണയോടെ വിജയിക്കാനാകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ 7 സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിക്കാവുന്ന BJP 8ാമതൊരു സ്ഥാനാർത്ഥിയെ കൂടി നിർത്തിയാണ് മത്സരം കടുപ്പിച്ചത്. ഇത് കൃത്യമായും സമാജ്വാദി പാർട്ടി വോട്ടുകൾ ചോർത്താൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്ന് വ്യക്തമാണ്. ഈ മുൻ സമാജ്വാദി പാർട്ടി നേതാവും വ്യവസായിയുമായ സഞ്ജയ് സേത്തിനെയാണ് സ്ഥാനാർത്ഥിയായി BJP നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്ന ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായി വീഴാനുള്ള മറ്റ് നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു അണിയറയിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ വോട്ടെടുപ്പിന് മുമ്പായി സമാജ്വാദി പാർട്ടി വിളിച്ച ഒരു അത്താഴ വിരുന്നിൽ 8 അംഗങ്ങൾ, സമാജ്വാദി പാർട്ടി അംഗങ്ങൾ പങ്കെടുത്തിരുന്നില്ല. ആ ഘട്ടം മുതൽ തന്നെ ഒരു കുതിരക്കച്ചവടത്തിന്റെ സാധ്യത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ അത് ശരിവെക്കുന്ന നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പ് മനോജ് പാണ്ഡെ തന്നെ രാജി സമർപ്പിച്ചിരിക്കുകയാണ് വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ്. അതിന് പിന്നാലെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ മറ്റൊരു നേതാവായ MLA ആയ രാകേഷ് ഈ വോട്ടെടുപ്പിന് വന്ന ഘട്ടത്തിൽ, നിയമസഭയിൽ എത്തുന്ന ഘട്ടത്തിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് സഭയിലേക്ക് കയറിപ്പോയത്. ഇത്തരത്തിൽ നേരത്തെ പുറത്തു വന്ന 8 എന്നതിനപ്പുറത്തേക്ക് സംഖ്യ പോയേക്കും എന്നാണ് നിലവിലിപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ചീഫ് വിപ്പ് തന്നെ രാജിവെച്ച ഒരു പശ്ചാത്തലത്തിൽ സമാജ്വാദി പാർട്ടിക്ക് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഈ വോട്ടെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പ്രശ്നപരിഹാരത്തിനായി അഖിലേഷ് യാദവ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമാജ്വാദി പാർട്ടിക്കൊപ്പം സഖ്യത്തിലുള്ള ആപ്നാദൾ കെയും നേതാക്കളുമായി അഖിലേഷ് യാദവ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 MLA-മാരുള്ള ഈ പാർട്ടി വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളിൽ 3 സ്ഥാനാർത്ഥികളിൽ 2 പേർക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തിയുണ്ട്. ജയാ ബച്ചന് അടക്കമുള്ളവർക്കെതിരെയാണ് ഇത്തരത്തിൽ എതിർപ്പ് ഉയരുന്നത്. സമാനമായ നീക്കം കർണാടകയിലും BJPയും JDS-ഉം ഈ ഓരോ സ്ഥാനാർത്ഥിയെ വീതം രംഗത്തിറക്കിയാണ് മത്സരം കൊഴുപ്പിക്കുന്നത്. ഇതും ഏത് തരത്തിലേക്ക് കോൺഗ്രസ് വോട്ടുകൾ ചോരുമോ എന്ന ആശങ്ക കോൺഗ്രസ് ഉള്ളതിനാൽ തന്നെ ഇന്നലെ രാത്രി തന്നെ ഈ MLA-മാരെ ഹോട്ടലുകളിലേക്ക് മാറ്റിയിരുന്നു. സമാനമായ നീക്കം ഹിമാചൽ പ്രദേശിലും ഉണ്ട്. ഹിമാചൽ പ്രദേശിൽ ഒറ്റ സീറ്റിലാണ് ഒഴിവ് എങ്കിൽ പോലും കോൺഗ്രസ് അനായാസം ജയിക്കാവുന്ന അംഗബലം കോൺഗ്രസിന് ഉണ്ട്. എങ്കിൽ പോലും അംഗങ്ങൾക്ക് വിപ്പ് നൽകിയതിനെ പരിഹസിച്ച് BJP രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച 56 സീറ്റുകളിലേക്ക് ഒഴിവുകളിൽ 41 ഇടങ്ങളിൽ സോണിയാഗാന്ധിയും JP നദ്ദയും അടക്കമുള്ളവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബാക്കി 15 സീറ്റുകളിലേക്ക് നടക്കുന്ന മത്സരത്തിൽ 10 സീറ്റുകൾ ഉള്ള, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ തന്നെയാണ് കനത്ത മത്സരം നടക്കുന്നത്. ഏത് തരത്തിലുള്ള അട്ടിമറി സാധ്യതയും ഉത്തർപ്രദേശിൽ ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും. ശരി, 3 സംസ്ഥാനങ്ങളിലായി 15 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. 10 ഒഴിവുകളിൽ ആണ് ഉത്തർപ്രദേശിലുള്ളത്. അവിടെ 7 BJPക്ക് അനായാസം വിജയം ഉറപ്പാക്കാൻ കഴിയും. പക്ഷേ 3 സീറ്റുകളിൽ SP മത്സരിക്കുമ്പോൾ അവിടെ ഒരു സ്വതന്ത്രനെ നിർത്തി BJP മത്സരത്തെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് പിന്നാലെയാണ് സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പ് മനോജ് പാണ്ഡെ രാജിവെച്ചിരിക്കുന്നത്. മറ്റ് 8 MLA-മാരുടെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.